മറ്റൊരു കാര്യം 5 വക്തത്തെ നിസ്കാരം. ഒരു കാരണവശാലും നിസ്കാരം മുടക്കുന്ന അവസ്ഥ നമുക്ക് ആർക്കും ഉണ്ടാകാൻ പറ്റില്ല. അതും കൂടി ഈ 2 കാര്യം നമ്മൾ ഈ 2 വിഷയം നിങ്ങൾ ഓക്കെ ആയാൽ ഇന്ന് സുബഹി നിസ്കരിച്ചവരില്ലെന്ന് കൈവന്നിച്ച എന്ന് പറഞ്ഞാൽ വേണ്ടല്ലേ. ഇവിടെ കുറെ ആൾക്കാരുകളുണ്ട്. അല്ലാഹു പുറത്തേ വരട്ടെ. നിസ്കരിക്കാത്തവർക്ക് നിസ്കരിച്ചവർക്ക് അല്ലാഹു നിലനിർത്താനുള്ള തൗഫീഖ് കൊടുക്കട്ടെ. പ്രിയമുള്ളവരെ, ഇതാ നാളെ മഹ്ശറയിലെത്തി ഉറപ്പായിട്ട് എത്തൂലേ. എന്നെ പറയുന്നവരൊന്നും വിചാരിക്കട്ടെ. 2 ആഴ്ച മുമ്പ് മലപ്പുറം ജില്ലയിൽ ഞാൻ ഈ പറഞ്ഞ വായക്കാട് പ്രദേശത്തുള്ള 18 വയസ്സുള്ള കുട്ടി റോയൽ എൻഫീൽഡിന്റെ പിന്നെ ഹണ്ടറാണ് യൂസ് ചെയ്യുന്നത്. ഹണ്ടർ ബൈക്ക് എടുത്തിട്ട് പോയതാണ്. അരീക്കോട് വെച്ച്, മലപ്പുറം ജില്ലയിൽ നമ്മുടെ വായക്കാട് കുറച്ചപ്പുറം അരീക്കോട് വെച്ച് വേറൊരു പൾസറായിട്ട് പിടിച്ച് തെറിച്ച് ഹെൽമെറ്റിന്റെ സ്ട്രിപ്പ് ഇട്ടില്ലായിരുന്നു. ഹെൽമെറ്റ് തെറിച്ച് തല നേരെ റോഡിലടിച്ചു. തലച്ചോറ് പുറത്തേക്ക് വന്നു. സ്പോട്ടിൽ ഈ ലോകത്തിന്റെ ഇവിടെ പറയും. പിന്നെ അല്ലാഹു കുട്ടിക്ക് പുറത്തു കൊടുക്കട്ടെ. 18 വയസ്സ്. അപ്പോ നമ്മളൊക്കെ ബൈക്കിൽ ചീറിപ്പോയവരാണ്. അപ്പൊ നമ്മളുടെ ജീവിതത്തിൽ ഒരു സെക്യൂരിറ്റി ഉണ്ടാവണമെങ്കിൽ ആ സെക്യൂരിറ്റി എന്താണ്? നമ്മളുടെ ജീവിതത്തിൽ സെക്യൂരിറ്റി എന്നറിയാം. 5 വക്തത്തെ നിസ്കാരത്തെ നിങ്ങൾ ജീവിതത്തിൽ പകർത്തിയിട്ടുണ്ടെങ്കിൽ അതൊരു സെക്യൂരിറ്റിയാണ്, ഒരു ബോഡിയാണ്. നമ്മുടെ സുബഹികൾ നിസ്കരിച്ചെങ്കിൽ 100 വരെ നിങ്ങളുടെ കാവൽ പറയാൻ 2 മലക്കളികൾ നിൽക്കുകയാണ്. 100 നിസ്കരിച്ചെങ്കിൽ അസർ വരെ നിങ്ങളുടെ സെക്യൂരിറ്റി ആയിട്ട് മലക്കലുണ്ടാവും. അസർ ക്ലിയർ ആണെങ്കിൽ മഗ്‌രിബ് വരെ, മഗ്‌രിബ് ക്ലിയർ ആണെങ്കിൽ ഇശാ വരെ, ഇശാ ക്ലിയർ ആണെങ്കിൽ സുബഹി വരെ. ഒരു വഖത്ത് അദാഓടെ നിസ്കരിച്ച് അടുത്ത വഖത്തിന് മുമ്പാണ് നിങ്ങൾ മരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് സ്വർഗ്ഗം ഉറപ്പാണ്. ആ വഖത്ത് അല്ലാഹു സ്വീകരിക്കുന്ന രീതിയിലാണ് നിസ്കരിച്ചത് എങ്കിൽ അല്ലാഹു കബൂലാക്കട്ടെ. അപ്പൊ 5 വഖത്ത് നിസ്കാരം അതിലൊരു ഉപേക്ഷയും വരുത്തില്ല. വിടപറയാൻ പ്രത്യേകിച്ച് ഒരു കാരണവും വേണ്ട. ഞാൻ ഈ പറയുന്നത് ഏതോ കഥാപുസ്തകത്തിൽ വായിച്ച കഥയല്ല. ഇന്നും ഇന്നലെയും കഴിഞ്ഞ ആഴ്ച നടന്ന അനുഭവങ്ങളാണ്. ഒരുപക്ഷെ വാട്സപ്പ് യൂസ് ചെയ്യുന്ന ആളുകൾക്കറിയാം. ദർസിൽ പഠിക്കുന്ന, ഞങ്ങളുടെ അടുത്തുള്ള ഒരു ദർസിൽ പഠിക്കുന്ന ചെറിയൊരു മോൻ, 14 വയസ്സുള്ള ഒരു മോൻ, സ്കൂൾ വിട്ടിട്ട് വന്നിട്ട് കഴുത്തിൽ ബെൽറ്റ് സ്കൂൾ വിട്ട് വന്ന് ബെൽറ്റ് ഇങ്ങനെ മുറുക്കിയിട്ട് ബാത്റൂമിലേക്ക് കയറിയതാണ്. ബാത്റൂമിൽ നിന്ന് ഒരുപാട് നേരം കഴിഞ്ഞപ്പോ ഒരു അനക്കമില്ല. ബാത്റൂം ചവിട്ടി തുറന്നു നോക്കുമ്പോൾ കുട്ടി മരിച്ചു കിടക്കുക. ആത്മഹത്യയാണെന്ന് പറഞ്ഞ് ന്യൂസ് പലതും. ദർസിലെ വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തു. എല്ലാ വാട്സാപ്പിലും ദർസിലെ വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തു. ഇന്നലെയാണ് ആ കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നത്. നിലവിലിഞ്ഞാണോ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എന്താണെന്നറിയോ? കുട്ടി സ്കൂൾ വിട്ടു വന്നപ്പോ സാധാരണ പോലെ ബെൽറ്റ് വെറുതെ കയറ്റി ഇട്ടിക്കുള്ളൂ. പക്ഷെ ആ കുട്ടി ആ ഒരു ബാത്റൂമിൽ പോയപ്പോ കുട്ടിക്ക് അറ്റാക്ക് വന്നു. 14 വയസ്സുള്ള കുട്ടി. ഞാൻ പറയുന്നത് പ്രിയമുള്ള മക്കളെ, നിങ്ങളെ പേടിപ്പിക്കാനല്ല. അല്ലാഹു കണക്കാക്കിയാൽ വയസ്സൊന്നൊരു പ്രശ്നമേ അല്ല. ഏത് നിമിഷവും തിരിഞ്ഞു പോവാൻ ഞാൻ തയ്യാറാണ് എന്ന രീതിയിലുള്ള ജീവിതമാവണം നമ്മളെ. അതിൽ ഇന്ന് തീരുമാനിക്കുക. 5 വക്ത നിസ്കാരം ഞാൻ എന്റെ ജീവിതത്തിൽ മാറ്റി നിർത്തില്ല. ഏതവസരം വന്നാലും എന്ത് സാഹചര്യം വന്നാലും പള്ളിയിലേക്ക് വന്ന് തന്നെ നിസ്കരിക്കാൻ ഞാൻ ശ്രമിക്കും. ഇനി അതല്ല, ഒരു വകുപ്പും ഖളാ ആക്കാതെ എന്റെ ജീവിതത്തെ മെച്ചപ്പെടുത്താൻ രാവിലെ വിളിക്കാൻ അമ്മാനെ ഏൽപ്പിക്കും. സുബഹി കണീച്ച് സുബഹി 2 റക്അത്ത്, സുബഹി 2 റക്അത്ത് 3, 4, 5 മിനിറ്റോളം വളരെ സുബഹി കഴിയും. ആ ടൈമിൽ ഒന്ന് എണീച്ച് നമ്മൾ സുബഹിസ്കരിക്കാം. ഈ 5 നിസ്കാരങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ കളർഫുള്ളായി നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പാണ് അതിനിടയിൽ നമ്മൾ അങ്ങ് പോയാൽ. ഞാൻ പറഞ്ഞ 3ാം ഉദാഹരണം 6ാം നൂറ്റാണ്ടിലെ കഥയോ 10ാം നൂറ്റാണ്ടിലെ കഥയോ അല്ല. ഈ ആഴ്ച 2 ആഴ്ചക്കിടയിൽ എന്റെ അനുഭവത്തിലുള്ള, ഞാൻ ജോലി ചെയ്യുന്നതിന് പരിസരത്തുള്ള മരണങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത്. പെട്ടെന്നുള്ള മരണങ്ങളിൽ നമ്മൾ കാക്കട്ടെ.